നീ തിന്നലും കുടിക്കലൊന്നുമില്ല കൊച്ചേ. എന്തു കോലാ നിന്റെ. ഇത് മതിയോ? ഈ തരക്കൂട്ടില്ല മോളെ. അവൾ ഈ കുടുംബശ്രീന് എന്തോ പൈസ കൊടുക്കാൻ പോയതാ. 10-20 മിനിറ്റിനുള്ളിൽ എത്തും. നീ വേഗം തൂക്കി അതിലേ പോകുമ്പോഴേ സഹതാപം തോന്നിയിട്ട് വിളിച്ചതാ. എന്തായാലും ഇവിടെ ഇരിക്കുക, അവൾ വന്നിട്ട് എടുക്ക. വെള്ളം എന്തിനും വേണ? വേണ്ട. അല്ല മോളെ, ഈ മാക്സ് മാത്രമേ ഉള്ളോ? നിങ്ങളെ പെണ്ണുങ്ങള് ഉള്ളിലിടുന്ന സാധനങ്ങളൊന്നും ഇല്ലേ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഇട്ടിട്ട് എന്താ, എല്ലാം കൊണ്ടുവരണ്ടേ? എന്തായാലും അവിടെ വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ വേണമെങ്കിൽ അകത്ത് കയറിയിരുന്നോ? വേണ്ട. ആ ഏട്ടാ, ഞാൻ വരാൻ വൈകുവേ. കുഞ്ഞിനൊന്ന് സ്കൂളിൽ നിന്ന് കൂട്ടണം. ഞാനിപ്പോൾ ഇവിടെ ഇന്ദിരാനഗർ കോളനിയില്ല. ഏട്ടനിവിടെ ഉണ്ടോ? എന്നാൽ പിന്നെ ഞാൻ ലൊക്കേഷൻ അയക്കാം, ഇങ്ങോട്ട് വന്നാൽ മതി. ആ ഇനിയിപ്പോൾ അവള് വരാൻ കാത്തു വെക്കണ്ട, ചിലപ്പോൾ കുറച്ച് വൈകും. ഏതെങ്കിലും ഒരു മാക്സ് വെച്ചോ. പൈസ എത്രയാ? ഒന്നിന് 240 ഏട്ടാ. എവിടേക്കാ ദിനേശേട്ടാ? ആ, നമ്മുടെ അനീഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് തേപ്പിന് പണിയുണ്ട്, അപ്പോൾ ഇതിലേ അങ്ങ് പോകാൻ. ആ ശരി. അല്ല ദേവികെ, ഇതെന്താ താലി? അത് ഞാൻ അകത്തിടാൻ മറന്നുപോയി. ഇത് ഞാൻ സെയിൽസിന് പോകുമ്പോൾ ഇടുന്നതാ. എന്തിനാ? ദിവസവും ബാഗും തൂക്കി ഓരോ വീട്ടിൽ പോകുന്നതല്ലേ. ഞങ്ങളെ പോലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ചിലവർക്കൊക്കെ ഒരിളക്കമുണ്ട്, ഈ ഡബിൾ മീനിങ്ങും കുത്തുവാക്കൊക്കെ ആയിട്ടേ. അപ്പം കല്യാണം കഴിഞ്ഞ് ആണൊരുത്തം കൂടിയുണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു അയവുണ്ടാകും. എന്തായാലും ഒരു ധൈര്യത്തിന് വേണ്ടിയാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ അടവൊന്നും നടക്കില്ലല്ലോ. രാത്രിയാകുമ്പോൾ ചിലവന്മാർ വന്ന് വാതിൽ മുട്ടും. ഈ രാവിലെ കാണുന്ന പോലെയല്ല ദിനേശേട്ടാ രാത്രി ആൾക്കാരുടെ സ്വഭാവം. അല്ല, കല്യാണം കഴിച്ചാൽ പറയാൻ 2 മാമന്മാരുണ്ട്. അവരുടെ തലയിലാവുമ്പട്ടെ രണ്ടാളും പരിസരത്തേക്ക് വരലില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ ബ്രോക്കറിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു ചെക്കനെ നോക്കുമെന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ജനിച്ചില്ലേ, ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. കിടപ്പിലാണെങ്കിലും അമ്മയുള്ളപ്പോൾ ഒരു ധൈര്യമായിരുന്നു. ഇപ്പൊ പോയപ്പോൾ ആകെ ഒരു ശൂന്യ ദിനേശേട്ടാ. അല്ല, അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് ഉണ്ടെന്ന് കേട്ടു. കല്യാണം അടുത്തന്നെ ഉണ്ടാവോ? അത് ഈ ബ്രോക്കറെ പറ്റിച്ച പണിയാ. അല്ല, മൂപ്പരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഈ 30 വയസ്സിൽ തുടങ്ങിയ പെണ്ണുകാളിൽ ഇപ്പം 36 വയസ്സായി. കുറച്ച് പോയപ്പോൾ തന്നെ എനിക്കങ്ങ് മടുത്തു. പിന്നെ അമ്മ ഉന്തിത്തള്ളിങ്ങ് പറഞ്ഞേക്കുക. ഇപ്പം അമ്മ കുറച്ചായിട്ട് കിടത്തതില്ല, ഇച്ചിരി സീരിയസ് ആണ്. അപ്പം അമ്മൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ ഒരു കല്യാണം നടത്തുന്ന അപ്പം ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്കർ എനിക്ക് വേറെ പണിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒപ്പിച്ചതാ. പക്ഷേ ഈ പറ്റിച്ചിട്ട് കല്യാണം കഴിക്കുക പറഞ്ഞാൽ അത് എന്താ എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒന്നും അറിയാത്ത ആ പാവം പെൺകുട്ടിനെ. അപ്പം ഫോണിൽ വിളിച്ച് ഞാൻ കുട്ടിയോട് കാര്യം പറഞ്ഞു, എൻ്റെ പണി ഇതാണെന്ന്. അല്ല, അതോടെ കല്യാണം മുടങ്ങി. അത് സാരില്ല, എല്ലാ ആഴ്ചയും ഭാസ്കരേട്ടൻ പെണ്ണാണം കൊണ്ടുപോകുന്നില്ലേ? ഏതെങ്കിലും ഒന്ന് റെഡിയാവും. അതിലൊന്നും ഒരു പ്രതീക്ഷയില്ല. പക്ഷെ അമ്മനെ ബോധിപ്പിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയും ഒരു കോമാളി വേഷം കെട്ടി പോകുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, ഈ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലേ പിന്നെ അതിന് മുകളിൽ പോലൊരു സമാധാനം ഉണ്ടല്ലോ. അമ്മമാരങ്ങനെയല്ലേ. ദിനേശ, എന്താ പറഞ്ഞോട്ടാ? നിന്റെ അമ്മ, നീ വേഗം വീട്ടിലേക്ക് വാ. ഇനിയിപ്പോൾ അമ്മനെ ബോധിപ്പിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയും കോമാളി വേഷം കെട്ടണ്ടല്ലോ.